സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത ജോസ് എന്ന ലോകപ്രശസ്ത സിനിമയിലെ പ്രധാന കഥാപാത്രം ഒരു സ്രാവായിരുന്നു. ഒരു ബീച്ച് ടൗണിനെ മൊത്തം ഭീതിയിലായെത്തിയ വെളുത്ത നിറമുള്ള ഒരു വമ്പൻ സ്രാവ്. ഈജിപ്ഷ്യൻ ടീം ആ സ്രാവിനെ പോലെ തോന്നിപ്പിച്ചിരുന്നു. 2-0 എന്ന മാർജിനിൽ മുന്നിട്ട് നിൽക്കുകയായിരുന്ന ഫറോവമാർ അർജന്റീനയെ മുഴുവനായും വിഴുങ്ങിക്കളയുമെന്ന് ലോകം വിശ്വസിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ അർജന്റീന പടക്ക് ഒരു നായകനുണ്ടായിരുന്നു. ജോസ് എന്ന സിനിമയിൽ ഉന്നം തെറ്റാതെ നിറയൊഴിച്ച് വമ്പൻ സ്രാവിനെ വകവരുത്തിയ പോലീസ് ചീഫ് മാർട്ടിൻ ബ്രോഡിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു പടനായകൻ. അതായിരുന്നു ലയണൽ മെസ്സി. 83-ാം മിനിറ്റിൽ മെസ്സിയുടെ കാലിൽ നിന്ന് പുറപ്പെട്ട ഷോട്ട് റൈഫിളിൽ നിന്ന് പാഞ്ഞ ബുള്ളറ്റ് പോലെയായിരുന്നു. ഈജിപ്ഷ്യൻ ഗോൾ കീപ്പർ തടഞ്ഞിട്ടും പന്ത് വലക്കുള്ളിൽ കയറി. 6 അവസരങ്ങളാണ് ലയണൽ മെസ്സി ഈ മത്സരത്തിൽ സൃഷ്ടിച്ചത്. ഗോളിന് പുറമെ ഒരു അസിസ്റ്റും അയാൾ സ്വന്തമാക്കുന്നുണ്ട്. റൊമേറോയും എൻസോ ഫെർണാണ്ടസും കട്ടക്ക് കൂടെ നിന്നപ്പോൾ അർജന്റീന 3-2 എന്ന നിലയിൽ വിജയിച്ചു കയറി. ഈജിപ്ഷ്യൻ ഗോൾ കീപ്പറായ മുസ്തഫ ഷൊബേർ ആദ്യ പകുതിയിൽ അസാധാരണമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. മെസ്സിയുടെ പെനാൽറ്റി കിക്ക് ബ്ലോക്ക് ചെയ്തതുൾപ്പെടെ അവിശ്വസനീയമായ 3 സേവുകളാണ് അയാൾ നടത്തിയത്. മുസ്തഫ അങ്ങനെയാണ്. അയാളുടെ പേരിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് റെക്കോർഡുണ്ട്. ഒരു ഗോൾ പോലും വഴങ്ങാതെ 13 മണിക്കൂറിൽ ഗോൾ വലക്ക് കാവിൽ നിന്ന ചരിത്രം മുസ്തഫക്കുണ്ട്. എന്നാൽ കളിയുടെ 2-ാം പകുതിയിൽ മുസ്തഫ നിറം മങ്ങി. ഈജിപ്ഷ്യൻ വലയുടെ മണിച്ചിത്രപൂട്ട് തകർക്കാൻ ശേഷിയുള്ള ലയണൽ മെസ്സി എന്ന മാന്ത്രികൻ എതിർപക്ഷത്തുണ്ടായിരുന്നു. ലോകകപ്പിൽ കളിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് ഈജിപ്ത്. 1934-ലാണ് അവർ ആ നേട്ടം കരസ്ഥമാക്കിയത്. പിന്നീട് അവർ 92 വർഷങ്ങൾ കാത്തിരിക്കുന്നു. എന്നിട്ടും ലോകകപ്പിൽ ഒരു മത്സരം പോലും ജയിക്കാൻ ഫറോവകൾക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ 2026 ലോകകപ്പിൽ എല്ലാ കഥയും മാറി. ന്യൂസിലാൻഡിനെതിരെ ഈജിപ്ത് ആദ്യ ജയം സ്വന്തമാക്കുന്നു. ഓസീസിനെതിരെ അവർ ലോകകപ്പിലെ ആദ്യ നൗക്കൌട്ട് വിജയം കരസ്ഥമാക്കി. അർജന്റീനയ്ക്കെതിരെ 2-0 എന്ന ലീഡ് നേടിയെടുക്കുകയും ചെയ്തു. ശരിക്കും ഒരു സുനാമി പോലെ ആഞ്ഞടിക്കുകയായിരുന്നു മുഹമ്മദ് സലായുടെ സംഘം. കൊടുമുടിയോളം പോന്ന ചിറകെട്ടി സംരക്ഷിക്കാൻ ഒരു മെസ്സി ഉണ്ടായതുകൊണ്ട് ആ സുനാമി അർജന്റീന അതിജീവിച്ചു. ഈജിപ്ത് അസിസ്റ്റന്റ് കോച്ചായ ഇബ്രാഹിം ഹസൻ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അവർക്കൊരു പക്ഷേ ലയണൽ മെസ്സി ഉണ്ടായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ സ്കോറിൽ 26 മെസ്സിമാരുണ്ട്. ഹസൻ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. മെസ്സിയെപ്പോലെ മെസ്സി മാത്രമേ ഉള്ളൂ. അയാളെ മറികടക്കാൻ മറ്റാരുമില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് യെസ് ഐ ആം ഫേമസ് എന്ന ഈജിപ്ഷ്യൻ ടെലിവിഷനിൽ മെസ്സി പങ്കെടുത്തിരുന്നു. അതിലെ അവതാരകയുടെ ആവശ്യപ്രകാരം തൻ്റെ ഒരു ജോഡി ബൂട്ടുകൾ ജീവനക്കാരന് വേണ്ടി മെസ്സി സംഭാവന ചെയ്തു. പക്ഷേ ഈജിപ്തിലെ നിയമസഭ സാമാജികന് ആ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മെസ്സി ഈജിപ്തിനെ അപമാനിച്ചു എന്നായിരുന്നു അയാളുടെ കണ്ടെത്തൽ. മെസ്സിയുടെ ഷൂ കൊണ്ട് പ്രഹരിക്കാമെന്ന് അയാൾ ടെലിവിഷനിലൂടെ പരസ്യമായി ആഹ്വാനം ചെയ്തു. ആ സാമാജികൻ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. എന്തായാലും മെസ്സിയുടെ ബൂട്ടുകളുടെ പവർ എന്താണെന്ന് അയാൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ മെസ്സിയുടെ ഇടത് ബൂട്ട് ഫറോവന്മാരുടെ നെഞ്ചും കൂട് പൊളിച്ചു. പിരമിഡിനേക്കാൾ ഉയരത്തിൽ മിഷിഹ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിന്നു. 2026 ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ഈജിപ്തും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത് അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവിനാണ്. മത്സരത്തിന്റെ 78 മിനിറ്റ് പിന്നിടുമ്പോഴും 2-0 എന്ന സ്കോറിന് ഈജിപ്ത് മുന്നിട്ട് നിന്നതോടെ അർജന്റീന ടൂർണമെന്റിൽ നിന്നും പുറത്താകുമെന്ന് ഏവരും ഉറപ്പിച്ചു. എന്നാൽ അവസാന 15 മിനിറ്റുകൾക്കുള്ളിൽ 3 ഗോളുകളാണ് അർജന്റീന തിരിച്ചടിച്ചത്. അതിനാൽ തന്നെ 3-2 എന്ന സ്കോറിന് ആവേശകരമായ വിജയം അർജന്റീന സ്വന്തമാക്കുകയും ചെയ്തു. പോരാത്തതിന് ക്വാർട്ടർ ഫൈനലിലേക്ക് രാജകീയമായി മുന്നേറുകയും ചെയ്തു. മത്സരം ആരംഭിച്ച് 15-ാം മിനിറ്റിൽ തന്നെ യാസർ ഇബ്രാഹിമിന്റെ ഒരു മികച്ച ഹെഡറിലൂടെ ഈജിപ്ത് അപ്രതീക്ഷിത ലീഡ് നേടി. 20-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിച്ചെങ്കിലും ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ കിക്ക് ഈജിപ്ഷ്യൻ ഗോൾ കീപ്പർ മുസ്തഫ ഷൊബേർ തട്ടിയകറ്റിയത് അവർക്ക് വലിയ തിരിച്ചടിയായി. പിന്നീട് 2-ാം പകുതിയിൽ 67-ാം മിനിറ്റിൽ മുസ്തഫ സീക്കോ ഈജിപ്തിനായി 2ാമത്തെ ഗോളും നേടിയതോടെ നിലവിലെ ചാമ്പ്യന്മാർ പരാജയം ഉറപ്പിച്ച മട്ടിലായിരുന്നു. എന്നാൽ തോൽവി മുന്നിൽ കണ്ട അർജന്റീന അവസാന നിമിഷങ്ങളിൽ ഗംഭീരമായ പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത്. 70-ാം മിനിറ്റിൽ പ്രതിരോധ താരം ക്രിസ്ത്യൻ റൊമേറോയിലൂടെ അർജന്റീന തങ്ങളുടെ ആദ്യ ഗോൾ നേടി പ്രതീക്ഷ കാത്തു. വെറും 4 മിനിറ്റുകൾക്ക് ശേഷം
83-ാം മിനിറ്റിൽ ലയണൽ മെസ്സി തനിക്ക് നഷ്ടപ്പെട്ട പെനാൽറ്റിക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി ആ സമനില ഗോൾ നേടിക്കൊടുത്തു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് കരുതിയിരിക്കെ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ, അതായത് 92-ാം മിനിറ്റിൽ ലൗത്തറോ മാർട്ടിനസ് നൽകിയ മികച്ചൊരു ക്രോസിൽ നിന്നും എൻസോ ഫെർണാണ്ടസ് നേടിയ തകർപ്പൻ ഹെഡർ ഗോളിലൂടെ അർജന്റീന അവരുടെ സ്വപ്നതുല്യമായ വിജയം സ്വന്തമാക്കുന്നു. പരാജയത്തിന്റെ വക്കിൽ നിന്നുമുള്ള ഈ ചരിത്ര വിജയത്തോടെയാണ് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചത്. മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ലയണൽ മെസ്സിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വീണു. സത്യം പറഞ്ഞാൽ ആ വിജയം അദ്ദേഹത്തിന് എത്രത്തോളം പ്രധാനമാണെന്നത് വെളിപ്പെടുത്തുന്നുണ്ട്. 2-0 എന്ന നിലയിൽ പിന്നിലായിട്ടും പൂർണ്ണമായ വിജയത്തിലേക്ക് വീണു പോകുമെന്ന് കരുതിയ ഘട്ടത്തിൽ നിന്നാണ് അർജന്റീന ടീം അവിശ്വസനീയമായി ഒരു തിരിച്ചുവരവ് നടത്തിയത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ തങ്ങളുടെ ചുമലിലുണ്ടായിരുന്ന വലിയ സമ്മർദ്ദങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ടുള്ള അർജന്റീന താരങ്ങളുടെ പോരാട്ട വീര്യം എടുത്തു പറയേണ്ടതാണ്. തൻ്റെ 39-ാം വയസ്സിലും ഫുട്ബോൾ ലോകത്തെ എക്കാലത്തെയും വലിയ അത്ഭുതമായി ലയണൽ മെസ്സി തൻ്റെ വേട്ട തുടരുകയാണ്. യുവതാരങ്ങൾ അണിനിരക്കുന്ന ഒരു ടീമിൽ അദ്ദേഹം വഹിക്കുന്ന നിർണായക പങ്ക് എത്രത്തോളമുണ്ടെന്ന് ഈ ഒരൊറ്റ മത്സരം തെളിയിക്കുന്നുണ്ട്. തോൽവി ഉറപ്പിച്ച നിമിഷത്തിൽ നിന്നും ഒരു ഗോളും ഒരു അതിമനോഹരമായ അസിസ്റ്റാണ് അയാൾ സ്വന്തമാക്കിയത്.